നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ചെറുവാഞ്ചേരിയിൽ സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം VP സാനു ഉദ്ഘാടനം നിർവഹിച്ചു. CPIM കൂത്തുപറമ്പ് ഏരിയ സമ്മേളനം സമാപിച്ചു. ചീരാറ്റ കേന്ദ്രീകരിച്ച് റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും സംഘടിപ്പിച്ചു. ചെറുവാഞ്ചേരി ടൗണിലെ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം VP സാനു ഉദ്ഘാടനം ചെയ്തു. ഏത് നിമിഷവും തന്റെയോ തന്റെ ഉറ്റപ്പെട്ട തന്റെ ഏറ്റവും അടുത്തവരുടെയോ ജീവൻ എടുക്കാവുന്ന, തന്റെ ഉറ്റവരുടെ ജീവൻ എടുക്കാവുന്ന, തന്റെ ജീവൻ എടുക്കാവുന്ന ഒരു ആയുധം ആകാശത്തിൽ എപ്പോ വേണമെങ്കിലും അത് പറന്നു പോകാം, അത് പറന്നു വരാം, തന്റെ മേൽ വർഷിക്കാം എന്നുള്ള ഭീതിയോട് കൂടിയിട്ടാണ് ഓരോ കുട്ടിയും ജീവിക്കുന്നത്. അതുകൊണ്ട് അവന്റെ ചിത്രത്തിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടാവും. ആ കുട്ടിയുടെ തെറ്റല്ല, ആ കുട്ടിയുടെ അച്ഛന്റെയോ അമ്മയുടെ തെറ്റല്ല, അവരുടെ തൊട്ടുമുമ്പത്തെ പൂർവികരുടോ അതിനു മുമ്പോ അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള പൂർവികരുടെ കുറ്റമല്ല, രാഷ്ട്രീയമാണ്. ഒരു ജനതയെ രാജ്യമില്ലാത്ത ജനതയാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള സാമ്രാജ്യത്തെ ഇടപെടലിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ് അവരുടെ പ്രതിസന്ധി. ആ പ്രതിസന്ധിയിൽ ഞങ്ങൾ പാലസ്തീൻകാരോടൊപ്പം നോക്കും. അത് പാലസ്തീനിൽ മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടല്ല, പാലസ്തീനിലെ മുസ്ലിങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രചരണം. പാലസ്തീനിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ജോർജ് ഹബാഷ്, പേര് കേട്ടാൽ ഹബാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇയാൾ മുസ്ലിമാണെന്നല്ല, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. ഏരിയ സെക്രട്ടറി M സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. കേസുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി അന്നത്തെ കരുണാകരൻ ഗവൺമെന്റ് ശ്രമിച്ചു. കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ആഫീസിൽ ഉൾപ്പെടെ പോലീസുകാർ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ ഉൾപ്പെടെ ഉള്ള ഘട്ടത്തിൽ പാർട്ടിയെ നിരോധാത്മകമായി നയിച്ച ഒരു സഖാവാണ് ഡിവൈഎഫ്. നമ്മുടെ പാർട്ടിയുടെ വ്യവസ്ഥാപിതമായ നിലപാടിന്റെ ഭാഗമായി വയോപരിധി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. MP ജയരാജൻ, P ജയരാജൻ, പനോളി വത്സൻ, M സുരേന്ദ്രൻ, K ധനഞ്ജയൻ, A അശോകൻ, N സ്വരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അലോഷിയുടെ പാട്ടും വിവിധ കലാപരിപാടികളും അരങ്ങേറി. മാലൂർ, ചിറ്റാഴിപ്പറമ്പ്, മാങ്ങാട്ടിടം പഞ്ചായത്തുകളിൽ ജൂലൈയിൽ ഉണ്ടായ പ്രളയത്തിൽ വൻ നാശനഷ്ടം സംഭവിച്ചവർക്ക് പ്രത്യേക പാക്കേജ് അംഗീകരിച്ച് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് CPIM കൂത്തുപറമ്പ് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംഘടനാപരമായ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ നയിക്കാൻ വേണ്ടി ജില്ലാ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉണ്ടായി.
കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ വിമർശനത്തിന്റെയും സ്വയം വിമർശനത്തിന്റെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ചു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.